അവിടുത്തെ വനകർത്താവ് ഞങ്ങൾക്ക് ഏറ്റവും തിരുവാന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. വരുന്ന സമയത്ത് അല്ലെങ്കിൽ അടുത്ത ക്രമം സമയത്ത് ഞങ്ങൾ അടുത്ത സമയം പ്രാർത്ഥിക്കുന്നു. അടുത്ത കുറേ നോട്ട് നടത്തും പ്രാർത്ഥിക്കുന്നു. സ്ഥലം യേശു നാമത്തിൽ നോക്കട്ടെ തന്നെ. ദൈവനാഥത്തിന് മാത്രം ഉണ്ടാകട്ടെ. ഇന്ന് ഈസ്റ്റേറിലെ മകരവയായിട്ട് ഗായസംഘ ഞായറാഴ്ച ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്ന ദിവസമാണ്. കഴിഞ്ഞ ഞായറാഴ്ചയായി നമ്മൾ ആഘോഷിക്കുന്നത്. എന്നാലത് ഈ സഭയിൽ നമ്മൾ ഈ ആഴ്ചയ്ക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഈ സമയത്ത് മഹയുടെ അധ്യക്ഷനും ഗായസംഘത്തിൻ്റെ പ്രസിഡന്റുമാരിക്കുന്നതായ അഭിമന്യ തിരുമേനിയോടും ഇവിടുത്തെ പ്രവർത്തനമായിരിക്കുന്ന ജാക്കന്മാരിൽ തന്നോടും ചർച്ച മിറ്റോടും ഞങ്ങളെല്ലാവരും ഉള്ളതായി എന്ന് അന്ന് ഞാൻ അറിയിക്കുന്നു. ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. യേശുവിൻ നാമം മനോഹരം ആയത്ര മാധുര്യം പിന്നിന്നു താഴെ മണ്ണിന്നു മീതെ വേറൊരു നാമമില്ല. പിന്നിന്നു താഴെ മണ്ണിന്നു മീതെ വേറൊരു നാമമില്ല. ഇതെന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ സഭയിലേക്ക് ഇന്ന് കണ്ണുകാരൻ സഹചാര്യ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. എന്നെ കൃത്യമായിട്ട് നമുക്ക് പരിചയപ്പെടുത്തി തരേണ്ട കാര്യമില്ല, എല്ലാവർക്കും എന്നെ അറിയാം. പലരോടും കൂടി ഞാനിവിടെ ജോലി ചെയ്യുകയും പല കൺസൾട്ടിങ്ങുകളാണ്. പ്രത്യേകിച്ച് ഈ സഭയിലെ എല്ലാ മിക്ക പണം ഞാൻ കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്നെ കൃത്യമായിട്ട് ഞാൻ പരിചയപ്പെടുന്ന ആവശ്യമില്ല. ഇന്ന് ഈ സമയത്ത് നമുക്ക് ചിന്തിക്കാണ്ടിരിക്കുന്നത് നമ്മുടെ സഭയിലെ ആരാധനയിലെ ഗീതങ്ങൾ എന്ന വിഷയമാണ്. ആരാധനയിലെ ഗീതങ്ങൾ നമുക്കറിയാം. ഒരു ആരാധന ഏറ്റവും മനോഹരമാക്കണമെങ്കിൽ അത് അതിൻ്റെ ശരിയായ രീതിയിൽ വരണമെങ്കിൽ ഗായസംഘത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം നമുക്കറിയാം. ഗാനങ്ങളാണ് നമ്മുടെ ആരാധന ഏറ്റവും മുഖ്യമായ ഒരു ഘടകം എന്ന് പറയുന്നത് നമുക്കറിയാം. അപ്പോൾ ഗായസംഘത്തിൽ എല്ലാ സഭയിലും ഗായസംഘത്തിൽ വേണ്ടത്തോടെ ആൾക്കാരില്ല. ചില സഭകളിൽ കുറവാണ്, ചില സഭകളിൽ ഇല്ല. ചില സഭകളിൽ വളരെ 50-ലധികം ആൾക്കാർ ചില സഭകളിലുണ്ട്. എന്നാൽ എല്ലാവരെയും ഒരുപോലെ ദൈവത്തിൽ നമ്മൾ ആരാധന നമ്മൾ ക്രമീകരിക്കേണ്ട ആവശ്യമാണ്. പ്രത്യേകിച്ച് ശുശ്രൂഷയോട് ചേർന്ന് നിന്നുകൊണ്ട് ജനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ശുശ്രൂഷ. ഗായസംഘത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നതിന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ബഹുമാനം ചെയ്യുന്നതായ ശുശ്രൂഷയാണ്. ദൈവം സന്നിധികൊണ്ട് കരുവൻ സെറബുകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആർക്കനായ നമുക്കറിയാം. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് അവർ ആർക്കാണ്. തങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് അവർ ആർക്കുന്നു. അവർ യാതൊരു ഇടതടവുമില്ലാതെ യാതൊരു മുടക്കവും ഇല്ലാതെ അതിനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ മറ്റു യാതൊരു കാര്യങ്ങൾക്കും അവിടെ പ്രാധാന്യമില്ല നമുക്ക് കാണേണ്ട ആവശ്യമായിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. ആരാധനയിൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മുടെ ദൈവനാമം മാറ്റപ്പെടുന്നു എന്നുള്ള നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഗായസംഘത്തിൽ വരുന്നതായ ആൾക്കാരെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ഗായസംഘത്തെ സംബന്ധിച്ചുള്ള വളരെ പ്രാധാന്യമുള്ള വ്യക്തികളാണ്. പ്രത്യേകിച്ച് നാം ഇന്ന് പഴയ ഭേദഭാഗം നമുക്ക് വായിച്ചായ ഭാഗത്ത് ദിനവൃത്താന്ത പുസ്തകം 25-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 288 പേരെ അവിടെ ഗായസംഘത്തിലെ അംഗങ്ങളായിട്ട് തിരഞ്ഞെടുപ്പ് കാണുന്നുണ്ട്. അവിടെ പ്രത്യേകമായിട്ട് കാണുന്നത് ഇവരെ പ്രത്യേകമായിട്ട് വേർതിരിച്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഗായസംഘം എന്ന് പറയുന്നത് ആരാധന ദൈവത്തെ എൻ്റെ സ്ത്രീയിൽ ആരാധന സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് വേർതിരിക്കപ്പെട്ട കൂട്ടമാണ്. അവിടെ വലിയെണ്ണ ചെറിയെണ്ണ എന്നുള്ള വ്യത്യാസമില്ല, അല്ലെങ്കിൽ മറ്റു യാതൊരു വ്യത്യാസവുമില്ല. എല്ലാവരുടെയും ചുമതല എന്ന് പറയുന്നത് ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളത് മാത്രമാണ്. എന്നാൽ ദൈവത്തെ സ്തുതിക്കേണ്ടത് നമ്മൾ എപ്പോഴും വിനയമുള്ളവരായിരിക്കണം. നാം എപ്പോഴും നമ്മുടെ ജീവിതത്തെ വിശുദ്ധി പാലിക്കുന്നവരായിരിക്കണം. ലഹരി വസ്തുക്കളോ അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നവർ ആകരുത്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും വിശുദ്ധി പാലിക്കേണ്ട ആവശ്യമാണ്. നാം നിൽക്കുന്നത് ദൈവം തന്നെയാണ് ബോധത്തോടെ നിൽക്കേണ്ട ആവശ്യമാണ്. അപ്പോൾ നാം ദൈവത്തിൽ തന്നെയല്ല, നാം ഇവിടെ ഏത് സ്ഥലങ്ങളിൽ ചെന്നാലും നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നതായ അതേ രീതിയിൽ തന്നെ നാം നിൽക്കേണ്ട ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് രംഗങ്ങളിലും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കണം ദൈവം സഹായിക്കും എന്നുള്ള യാതൊരു സംശയമില്ല. നാം ഇന്ന് വായിച്ച ഭാഗത്ത് കാണുന്നത് 288 പേരെ അവിടെ പ്രത്യേകം നിയോഗിച്ചായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ദേശത്തിൻ്റെ
പല ഭാഗങ്ങൾ നാം നോക്കുമ്പോൾ ഗായസംഘത്തിൻ്റെ പ്രാധാന്യമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ദൈവസന്നിധിയിൽ ദൈവത്തെ ഘോഷിക്കുക എന്നുള്ളതായ ആ വലിയ ചുമതല വരുന്നത് ദൈവം നമ്മുടെ സ്തുതിമേൽ വസിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ദൈവമാണ്. ദൈവം വസിക്കുന്ന നമ്മുടെ സ്തുതിമേലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ സ്തുതിമേൽ വസിക്കുന്ന ദൈവത്തെ നാം മഹത്വപ്പെടേണ്ടത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന ഘടകമായി തീരാൻ നമുക്ക് നാം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. സങ്കീർത്തനത്തിൻ്റെ തകവാട്ട് വായിച്ചായ ഭാഗത്ത് 149 സങ്കീർത്തനത്തിൽ അവിടെ കാണുന്നത്, യഹോവയെ സ്തുതിപ്പിൻ, യഹോവയ്ക്ക് പുതിയൊരു പാട്ടും ഭക്തന്മാർ സഭയിൽ അവരുടെ സ്തുതിയും പാടുവിൻ എന്നാണ്. 148 സങ്കീർത്തനത്തിൻ്റെ തുടർച്ചയായിട്ടാണ് 149 സങ്കീർത്തനം നമ്മുടെ കാണുന്നത്. അവിടെ പറയുന്നത് ഭക്തന്മാർ സഭയിൽ അവൻ്റെ സ്തുതി പാടുവിൻ. ഭക്തന്മാരെന്ന് പറഞ്ഞാൽ ഉടമ്പടി പ്രകാരം അല്ലെങ്കിൽ പ്രത്യേക നിയമപ്രകാരം ദൈവത്തിന് വേണ്ടി വേദനിക്കപ്പെട്ട ജനങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ദൈവത്തെ രാജാവും ആയിട്ട് കണക്കൂട്ടുന്നതായ അല്ലെങ്കിൽ രാജാവായിട്ട് വെള്ളത്തിൽ സ്വീകരിക്കുന്നതായ ജനങ്ങളാണ് ഭക്തന്മാരെന്ന് പറയുന്നത്. അതായത് ദൈവത്തിൻ്റെ സ്ഥിതിയിൽ അവർക്ക് മറ്റു യാതൊരു വ്യക്തിയെയും അവർക്ക് ആശ്രയിക്കേണ്ടി വരുന്നില്ല. അവർ മറ്റാരെയും ആരാധിക്കാൻ സാധ്യമല്ല. അവർക്ക് അവരുടെ ഹൃദയത്തിൽ ദൈവം മാത്രമേ ഉള്ളൂ. ആ ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ജോലി. അപ്പോൾ ഭക്തന്മാരെന്ന് പറയുമ്പോൾ ദൈവത്തെ രാജാവായിട്ട് അംഗീകരിക്കുന്നവർ, ദൈവത്തെ തങ്ങളുടെ ഉള്ളത്തിൽ വഹിക്കുന്നവരാണ്, എപ്പോഴും ദൈവത്തോടെ വസിക്കാനായിരിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ വസിക്കുന്ന ഇടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭക്തന്മാർ വരുന്ന ഇടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ദേവാലയം എന്ന് പറയുന്നത് ഭക്തന്മാരുടെ വലിയൊരു സഭയാണ്. ആ സഭയിൽ നാം ദൈവത്തെ സ്തുതിക്കണം എന്ന് ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നു. അത് തന്നെയുമല്ല, നമ്മുടെ ഓരോ ദൈവത്തിൻ്റെ ആലയമാണെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. നമ്മുടെ ശരീരമാകുന്ന ആലയം, അല്ലെങ്കിൽ നാം ആവുന്ന ആ ആലയം വിശുദ്ധിയോടും നിർമ്മലയോടും കൂടി കാക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. ഗായസംഘത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഗായസംഘത്തിൽ വരുന്ന വ്യക്തികളെക്കുറിച്ച് പലപ്പോഴും നമുക്ക് പല പരാതികളും നമുക്ക് കാണാൻ സാധിക്കും. അത് പലപ്പോഴും നമ്മൾ ഒഴിവാക്കാൻ ആവശ്യമാണ്. അവരെവിടെയായിരുന്നാലും ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിലാണെന്നുള്ള ബോധത്തോടു കൂടി എല്ലാവരും പ്രവർത്തിക്കേണ്ട ആവശ്യമാണ്. അവർ ഭിന്നമുള്ളവരും മറ്റു കാര്യങ്ങളൊന്നും മറ്റ് ദോഷമായ കാര്യങ്ങൾ ചെയ്യാത്തവരും ആയിരിക്കണം. ദൈവത്തിൻ്റെ എല്ലാ ഞായറാഴ്ചകളും ദൈവത്തെ ആരാധിക്കാൻ വരികയും ദൈവത്തിൻ്റെ കാര്യത്തിൽ ദൈവത്തെ സ്തുതിക്കാനായിട്ട് എപ്പോഴും ഒരുക്കളവരുമായിരിക്കണം. ഏത് സമയത്ത് ദൈവത്തെ സ്തുതിക്കാണ്ട് ഒരുക്കളവരായിരിക്കണം. അത് തന്നെയുമല്ല, സംഘാടത്തിന് ദൈവത്തിന് സമർപ്പിക്കരായിരിക്കണം. പലപ്പോഴും നാം നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കാത്തത് ഒരു വലിയ തിന്മയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആ കാര്യങ്ങളൊക്കെ ഇല്ലാതെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തന്നിൽ നിന്നും വിട്ടുമാറാതെ ദൈവത്തിന് അടുക്കളയിൽ തന്നെ ഇരിപ്പാന്നൊക്കെ നമ്മൾ ഇതാക്കേണ്ടത് നമുക്ക് ആവശ്യമാണ്. അങ്ങനെയുള്ളവർക്കാണ് ദൈവത്തിൻ്റെ സ്ഥിതിയിൽ ദൈവത്തിനുള്ള ആ വലിയ നിയോഗം നിരീക്ഷിക്കുന്നത്. അപ്പോൾ യാതൊരു തെറ്റും ചെയ്യാതെ, അല്ലെങ്കിൽ പാവത്തിൽ അകപ്പെടാതെ വിശുദ്ധിയോടും നന്മയോടും കൂടെ നാം നമ്മെ തന്നെ പരിപാലിക്കുമ്പോൾ, നമ്മെ തന്നെ കാക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ദൈവത്തിൻ്റെ ആരാധന നമ്മൾ അർഹരായിരിക്കണം. അത് തന്നെയല്ല, കർത്താവ് നമ്മുടെ രക്ഷിതാവാണെന്ന് നമ്മൾ ഹൃദയത്തിൽ നമ്മൾ ഏറ്റുകൊണ്ടവരായിരിക്കണം. ഇങ്ങനെ ദൈവത്തെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ആർക്കും തന്നെ ഒരു ഗായസംഘത്തിൽ അംഗമായിരിക്കാൻ സാധ്യമല്ല. നാം നോക്കുമ്പോൾ മറ്റുള്ളവരെക്കുറിച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ അതിലുള്ള ഒക്കെ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചില പിന്നീട് നമുക്ക് ചില തോന്നിയേക്കാം. എങ്കിലും അതിനെ നമ്മൾ അവഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മെ തന്നെ ഒരിക്കൽ നമ്മൾ ദൈവത്തിൽ എൻ്റെ തെറ്റുകളുണ്ടാവും, ദോഷങ്ങളെന്ന് നാം പരിശോധിച്ച് നമ്മെ തന്നെ ഒരിക്കൽ അതനുസരിച്ച് നമ്മളെ പുനഃപ്രതിഷ്ഠിക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയുള്ളവർക്ക് മാത്രം ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തെ ആരാധിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ദൈവത്തിനോട് നമ്മളെ ഓർപ്പിക്കുകയാണ്. ഇവിടെ പറയുന്നത് 149 സങ്കീർത്തനം 6-ാം വാക്യത്തിൽ പറയുന്നത്, അവരുടെ വായിൽ ദൈവത്തിൻ്റെ പുകഴ്ചകളും അവരുടെ കയ്യിൽ ഇരുവായത്തുള്ള വാളും ഉണ്ടായിരിക്കട്ടെ എന്നോട് പറയുകയാണ്. നമ്മുടെ വായിൽ ദൈവത്തിൻ്റെ പുകഴ്ച ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ദൈവത്തെ സ്തുതിക്കുന്നതായിരിക്കും എപ്പോഴും നമ്മുടെ പ്രവൃത്തി എന്ന് അവിടെ കാണുന്നു. അവരുടെ കയ്യിൽ ഇരുവായത്തുള്ള വാൾ എന്നുണ്ടായി, ദൈവവചനം നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കണം. അതായത് ദൈവത്തെ നാം എപ്പോഴും മുൻനിർത്തിക്കൊണ്ട് വേണം എല്ലാ കാര്യം ചെയ്യാനെന്ന് നമ്മുടെ പ്രത്യേകമായിട്ട് ഇവിടെ തെങ്ങനക്കാർ നമ്മളെ ഓർപ്പിക്കുകയാണ്. നാം ആരാധിക്കേണ്ടത് എപ്രകാരമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നാം ആരെ ആരാധിക്കണം എന്ന് യോഹന്നാൻ നമ്മൾ പറയുന്നു. നാം ഇന്ന് വായിച്ചാലായ സുവിശേഷ ഭാഗത്തിൽ യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യത്തിൽ, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിന് സഹിതം നമസ്കരിക്കണം എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവായ ദൈവത്തെ നാം ആത്മാവിലും സത്യത്തിൽ നാം നമസ്കരിക്കണം. അതായത് നമ്മുടെ ജീവിതത്തിൽ സത്യം ഉണ്ടായിരിക്കണം എന്ന് അവിടെ പ്രത്യേകമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പലപ്പോഴും നാം സത്യം അറിയാതെ, അല്ലെങ്കിൽ നാം ആരാധിക്കേണ്ടത് ആരെയാണെന്ന് അറിയാതെ പലപ്പോഴും നമ്മൾ ആരാധനയ്ക്ക് പങ്കെടുക്കുന്നവരാണ്. നാം ഓർക്കേണ്ടത്, ഉന്നതത്തിൽ വസിക്കുന്ന ദൈവം നമ്മുടെ പാവങ്ങളെ കാണുന്നവനാണ്. നാം എവിടെയാണ് നമ്മുടെ ഉള്ളത്തിലെ നിയമങ്ങളെ വരെ അറിയുന്നവനാണ്.
ആ ദൈവസന്നിധിയിൽ നമുക്കൊന്നും മറച്ചു വയ്ക്കാനില്ല. അതുകൊണ്ട് തന്നെ നാം ദൈവസന്നിധിയിൽ നമ്മെ പരിപൂർണ്ണമായിട്ട് നാം സമർപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അവൻ്റെ മുമ്പിൽ വരുമ്പോൾ, ദൈവത്തിന് മുമ്പിൽ വരുമ്പോൾ നമ്മെ തന്നെ നാം കൂടുതലായിട്ട് വിനയപ്പെടുത്തുകയും നമ്മെ തന്നെ സമർപ്പിക്കുകയും നമ്മുടെ ജീവിതത്തിലെ കുറവുകളെയും കയറ്റി പറഞ്ഞ് നാം പാപമാനം പ്രാചുരായി തീരുകയും ചെയ്യേണ്ട ആവശ്യമാണ്. അതായത് നമ്മുടെ വിശുദ്ധിയുള്ളവരായിരിക്കണം എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കർത്താവ് യേശുക്രിസ്തുവിനെ സ്വന്തം കർത്താവുമായിട്ട് ഏറ്റു പറഞ്ഞുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിക്കാനായിട്ട് താല്പര്യങ്ങളായ മാർക്ക് അങ്ങനെയുള്ള വ്യക്തികൾക്ക് മാത്രമേ ഒരു ഗായസംഘത്തിലെ അംഗമായിരിക്കാൻ സാധ്യതയുള്ളൂ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് കാണാം. എഫെസ്യരുടെ ലേഖനത്തിൽ നാം കാണുന്നത് അതിൻ്റെ 5-ാം അധ്യായം 19-ാം വാക്യത്തിൽ ആത്മാവ് അറിഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടുകയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവം പിതാമഹൻ എപ്പോഴും എല്ലാവരും വേണ്ടി സ്തോത്രം ചെയ്തുകൊള്ളുകയും. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടുകയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവം പിതാമഹൻ എല്ലാവരും വേണ്ടി സ്തോത്രം ചെയ്തുകൊള്ളുകയും. നമ്മുടെ സ്തുതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഗാനം എന്ന് പറയുന്നത് ദൈവത്തിന് ഒരു ഒരു സ്തോത്രയാഗമായി തീരേണ്ടത് ആവശ്യമാണ്. നമ്മുടെ കാണുന്നു എൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുള്ളി നമ്മുടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നാം വസിക്കുന്നതായ നമ്മുടെ ഈ സമയം എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു സമയമാണ്. അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ലാത്ത രീതിയിലുള്ള തിന്മ നിറഞ്ഞ ഒരു ലോകമാണ്. അവിടെ ദൈവത്തിൽ നിന്ന് നമ്മൾ അയക്കുന്നതായ ധാരാളം സംഗതികൾ നമ്മുടെ ചുറ്റും നമുക്ക് കാണാൻ നമുക്ക് സാധിക്കും. പല രീതിയിൽ പല പ്രലോഭനങ്ങൾ, പലതായ പരീക്ഷണങ്ങൾ, പല തിരിലേക്കുള്ളതായ നമ്മുടെ ആഹ്വാനമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇതിനൊക്കെയും അവഗണിച്ചുകൊണ്ട് നാം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ പൂർണ്ണമായിട്ട് ദൈവത്തിന് നാം സമർപ്പിക്കണം. ഇവിടെ പറയുന്നത് ആത്മാവ് നിറഞ്ഞവരായിരിക്കണം എന്നിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സങ്കീർത്തനങ്ങളാലും ആത്മീകം നാം തമ്മിൽ സംസാരിക്കണം. അതായത് വിശുദ്ധന്മാർ തമ്മിൽ സംസാരിച്ചു യഹോവ ശ്രദ്ധ ചെയ്തിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നാം നമ്മുടെ സംസാരം അല്ലെങ്കിൽ നമ്മുടെ ഗീതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഗാനങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹിയിൽ ദൈവം കേൾക്കുന്നതാണ്. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ സ്നേഹിതം നമ്മളെ തന്നെ സംരക്ഷിക്കണം. ജീവിതത്തിൻ്റെ മുന്നോട്ട് ദൈവം നമ്മെ ഈടാക്കട്ടെ. നാം ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യം കീഴ്പ്പെട്ടിരിക്കണം എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സ്വർഗ്ഗത്തിലെ ദൈവത്തെ നമ്മൾ അവൻ്റെ പാതിപണ ഭൂമിയിൽ ഇരുന്നുകൊണ്ടാണ് നാം ദൈവത്തെ സ്തുതിക്കുന്നത്. നാം എപ്പോഴും ദൈവത്തിന് മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ നാം ഒരുക്കാനുള്ളവരായിരിക്കണം. നാം ദൈവത്തിൻ്റെ സന്നിധിയായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നാം എവിടെയായിരുന്നാലും ദൈവത്തിൻ്റെ ആണെന്നുള്ള ബോധത്തോടെ നമ്മൾ ഇരിക്കേണ്ട ആവശ്യമാണ്. നമ്മുടെ തെറ്റുകളിൽ നിന്ന് മാറി നമ്മുടെ തിന്മകളിൽ നിൽക്കുകയും നാം ഒഴിവായി ദൈവത്തെ മാത്രം ശ്രദ്ധിക്കാൻ തക്കണം നാം ഒരുങ്ങേണ്ട ആവശ്യമാണ്. ഗാനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ക്രിസ്ത്യ ഗീതവും ജ്ഞാനഗീതവും നമ്മൾ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ആ 2 പുസ്തകങ്ങളാണ്. അത് നമ്മുടെ സഭയ്ക്ക് മാത്രമായിട്ടുള്ള ഒരു പ്രത്യേകമായൊരു സംവിധാനമാണ്. കാരണം പല സഭകളിലും അല്ലെങ്കിൽ മറ്റു പല സഭകളിലും ധാരാളം ഗാനങ്ങളുണ്ടെങ്കിലും നമുക്ക് പ്രത്യേകമായിട്ട് നാം ഈ ക്രിസ്ത്യ ഗീതങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അവയിലായ പാട്ടുകളൊക്കെയും വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെയും കേവലം ഒരു മനുഷ്യർ അവിടെ വെറും ലോകപരമായ ഒരു കാഴ്ചയിൽ നിന്ന് എടുത്തായ, അല്ലെങ്കിൽ ലോകപരമായ ഒരു ചിന്തയിൽ നിന്നുണ്ടായ ഒരു ഗാനങ്ങളല്ല. നാം ഇന്ന് പാടിയതായ 31-ാമത്തെ കീർത്തനം വാഴ്ത്തിൻ യേശു രക്ഷകനെ വാഴ്ത്തിൻ എന്നുള്ള കീർത്തനം വളരെ മനോഹരമാണ്. നാം അത് എപ്പോഴും വിശേഷ സമയങ്ങളൊക്കെ നമ്മൾ പാടാറുണ്ട്. അതിൻ്റെ ഓരോ വാക്യങ്ങളും നമുക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. ഞാൻ ചിന്തിച്ച് നോക്കിയാൽ അത് വളരെ മനോഹരമാണെന്നൊക്കെ തോന്നും. ആ പാട്ടിന് പിന്നിൽ ഒരു വലിയ കാര്യമുണ്ട്. അത് എഴുതിയ ആളെക്കുറിച്ച് പറയുന്നത് ന്യൂയോർക്കിൽ ഫാനിജൻ എന്ന ഒരു വ്യക്തിയാണ് ആ ഗാനം എഴുതിയത്. നമുക്ക് കാണാൻ സാധിക്കും. 1920 മാർച്ച് മാസം 24-ാം തീയതി ജനിച്ചായ ആ വ്യക്തി ഒരു രോഗം മൂലം അവളുടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. എങ്കിലും നിരാശപ്പെടാതെ ദൈവത്തിലുള്ള ഭക്തിയോടെ അവർ ജീവൻ നയിച്ചു. 10-ാമത്തെ വയസ്സിന് മുമ്പ് തന്നെ പഴയതിലെ ആദ്യ 4 പുസ്തകങ്ങളും 4 വിശേഷങ്ങളും അവൾ ആഴത്തിൽ ക്രിസ്തമാക്കിയിരുന്നു. കാലഘട്ടമായപ്പോൾ അവൾ കവിതകളും പാട്ടിലും ജയിക്കാൻ തുടങ്ങി. വൈകാതെ ഭക്തിഗാനം എഴുതി തുടങ്ങി. ഫാനിയുടെ സുവിശേഷകരണം എല്ലാം തന്നെ ആത്മീയ മൂല്യങ്ങൾ ഉള്ളവയും ശ്രോതാക്കളെ ക്രിസ്തുവിൽ പ്രതിഷ്ഠകളായി രൂപാന്തരപ്പെടുത്താൻ പ്രചോദിപ്പിക്കുന്നതും ആയിരുന്നു. ക്രിസ്ത്യ ജീവിതം തത്വശാസ്ത്രമല്ല, അത് വാസ്തവമായി ജീവിക്കുന്നതാണ് എന്നും വലിയ ദൈവത്തിൻ്റെ മതത്തെ പ്രവർത്തിക്കാൻ സ്തുതിസ്തോത്ര സംഗീതത്തിന് മാത്രം കഴിയുള്ളെന്നും അവൾ മനസ്സിലാക്കി. നീതിമാനായ ക്രിസ്തു സ്തുതികൾക്ക് യോഗ്യനാണെങ്കിൽ അതിനാലും ദൈവം സ്വയം സ്വയം വസിക്കുന്നതുകൊണ്ടും സ്വർഗ്ഗത്തിൽ ദൈവം നിരന്തരം ആരാധിക്കപ്പെടുന്നതുകൊണ്ടും ഭൂമിയിലുള്ള വിശ്വാസികൾ ദൈവത്തിന് നിരന്തരമായ സ്തുതിയും ഗീതവും അർപ്പിക്കണമെന്നുള്ള ആഹ്വാനത്തോടെ ഫാനി ഒരു പാട്ട് എഴുതി. ആ പാട്ടാണ് വാഴ്ത്തിൻ നിറങ്ങുന്നതായ ആ പാട്ട്. അതായത് കാഴ്ചയില്ലാത്ത ജനിച്ച് ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ കാഴ്ച നഷ്ടപ്പെട്ടായ ആ പെൺകുട്ടി എഴുതിയ ഒരു പാട്ടാണ് നാം ഇന്ന്
ഒന്നാമത്തെ പാട്ടാണ് നമ്മൾ പാടിയത്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് 140 കീർത്തനം എന്ന് പറയുന്നത് യുദ്ധത്തിൽ പുറപ്പെടുമ്പോൾ ഇസ്രായേൽ ജനം ആലപിച്ചതായ ഒരു കാരണം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിൽ അവരെ യുദ്ധത്തിന് പോകുമ്പോൾ അതിന് തുടക്കമായിട്ട് ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് അവർ പാടുന്ന ഒരു പാട്ടാണ്. ഇവിടെ കാണുന്നത് രക്ഷ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനം എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മെ രക്ഷ കൊണ്ട് അലങ്കരിക്കുന്നത് ദൈവമാണ്, നമ്മുടെ പ്രവൃത്തികളല്ല എന്ന് അവിടെ പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമുക്ക് യാതൊരു വിധത്തിൽ നീകരിക്കപ്പെടാൻ സാധ്യതയില്ല, മറിച്ച് ദൈവത്തിന് കുറയാൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് ഇവിടെ പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം ദൈവത്തെ ആരാധിക്കുന്ന ദൈവം നമ്മുടെ ശിക്ഷാവണ എന്നും ദൈവം നമ്മുടെ രാജാവൻ എന്നും പ്രത്യേകമായിട്ട് നാം ഓർത്തിരിക്കേണ്ട ആവശ്യമാണ്. അതായത് ദൈവമാണ് നമ്മുടെ എല്ലാറ്റും എല്ലാം എന്ന് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ദൈവം എന്ന് പറയുന്നത് ദൈവങ്ങളിൽ ഒരുവനല്ല, മറിച്ച് ദൈവം മാത്രമാണ്. അതായത് നാം ഇന്ന് ദേവന്മാരെന്ന് പറയുന്നത് അനേക ദേവന്മാരുടെ കാര്യമാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്ന് പറയുന്നത് ദൈവം ഒരാൾ മാത്രമാണ്, ദൈവങ്ങളല്ല. ഇന്ന് പല ക്രിസ്ത്യാനികളും പല ദൈവങ്ങളെ പിന്നാലെ പോകുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ആ ദൈവത്തെ, യഥാർത്ഥ ദൈവത്തെ, ഏകദൈവത്തെ കണ്ടെത്താൻ സാധിക്കാത്തതുകൊണ്ടാണ് അദ്ദേഹം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നാം ആരാധിക്കേണ്ടത് ഏകനായ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും അറിയുന്നതായ, നമ്മുടെ ഉള്ളിൽ നമ്മൾക്ക് അറിയുന്നതായ ആ കർത്താവിൽ നമ്മെ തന്നെ നാം സംരക്ഷിക്കേണ്ട ആവശ്യമാണ്. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ദൈവം ഒരുവാണ് എന്നുള്ള, അല്ലെങ്കിൽ ഏകനായ ദൈവത്തെ നമ്മൾ ആരാധിക്കേണ്ടത് ആവശ്യമാണ്. നാം 84 കീർത്തനം നമ്മൾ പാടാറുണ്ട്, പിളർന്നവർ പാറ എന്നുള്ള പാട്ട്. അവിടെ ആ പാട്ടിൻ്റെ പിന്നിൽ ഒരു ചരിത്രം എന്ന് പറയുന്നത് അഗസ്റ്റസ് എം ടോപ്പ് ലീഡറായ ഒരു വ്യക്തി വഴിയാത്രയിൽ പോയപ്പോൾ വലിയ ഒരു കാറ്റുണ്ടായി. ആ കാറ്റിൽ അകപ്പെടാതിരിക്കാൻ തക്കണം അദ്ദേഹം ഒരു പാറയുടെ പിളർപ്പിൽ കയറി നിന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉദിച്ചായ, ആ ദൈവത്തിൽ ഉദിച്ചായ ഒരു ഗാനമാണ് പിളർന്നവർ പാറ എന്നുള്ളതായ ആ പാട്ട്. ആ പാട്ട് ഇന്ന് നാം വളരെ നാം ഉപയോഗിക്കുന്നു. നമുക്ക് എല്ലാവർക്കും മനോഹരമായിട്ട് ആ പാട്ട് നമുക്ക് പാടാനായിട്ടിരിക്കാം. ആരാധന എന്ന് പറയുന്നത് അത് നിരന്തരം നടത്തുന്ന ഒരു പ്രക്രിയയാണ്. അതിന് യാതൊരു മുടക്കവുമില്ല. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞ പോലെ സൈന്യമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് അവരിങ്ങനെ ഇടാതെ ആർത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിന് യാതൊരു മുടക്കവുമില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും നമുക്ക് അത് മുടക്കം കൂടാതെ നടത്താൻ നമുക്ക് സാധിക്കേണ്ട ആവശ്യമാണ്. നാം പള്ളിയിൽ വരുമ്പോൾ മാത്രമല്ല, നാം ഭവനങ്ങളായിരിക്കുമ്പോഴും, നാം ജോലി സ്ഥലത്തായിരിക്കുമ്പോഴും, നാം വിദ്യാലയത്തിലായിരിക്കുമ്പോൾ ഒക്കെയും നമ്മുടെ ഉള്ളിൽ ദൈവത്തിലുള്ള സ്തുതി നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാക്കേണ്ടതാണ്. ദൈവത്തെ പൂർണ്ണമായ ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും പുറകോട്ട് പോകേണ്ടി വരികയില്ല. യാതൊരു കാര്യത്തിലും അവൻ പുറകോട്ട് പോകേണ്ടി വരികയില്ല. അവൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, പല രോഗങ്ങളുണ്ടായേക്കാം. എന്നാൽ ഇതിനൊക്കെയും അപ്പുറമായിട്ട് അതിനൊക്കെ രക്ഷ നൽകാൻ നിൽക്കണം. ദൈവം ശക്തനാണ്. ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. ആ നിരന്തരമായുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവം നമുക്ക് പകരം നൽകുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ ഉൾപ്പെടുന്നതായ ഒരു സമയമാണ് ആരാധന എന്ന് പറയുന്നത്. നമുക്ക് കാണാൻ സാധിക്കും, നാം ഇന്ന് പരിസ്ഥിതി ഞായറാഴ്ച ആയിട്ടും കൂടി ആഘോഷിക്കുന്ന ഒരു ഞായറാഴ്ചയാണ്. ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രകടിക്കുന്നു, ആകാശം തന്നെ കൈവേലെ പരിശുദ്ധമാകും എന്നിങ്ങനെ നാം 19-ാം സങ്കീർത്തനം വായിക്കുന്നുണ്ട്. അപ്പോൾ ആ ദൈവത്തിൻ്റെ മഹത്വത്തെ പഠിക്കുന്നതായ ആ സങ്കീർത്തനത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ രംഗങ്ങളിലും നാം ഇപ്പോൾ ദൈവത്തെ മഹത്വം ജീവിക്കേണ്ട ആവശ്യമാണ്. ഭൂമിയുടെ സകല ചരാചരങ്ങൾ ദൈവത്തെ മഹത്വത്തിൽ നിൽക്കണം, എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കേണ്ടത് നമുക്ക് കാണാൻ സാധിക്കും. നാം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ പുറകോട്ട് പോകാതെ നാം നമ്മുടെ ദൈവത്തെ പുകഴ്ത്തുന്നതിൽ, ദൈവത്തെ മഹത്വപ്പെടുന്നതിൽ, ദൈവത്തെ ആരാധിച്ച് നാം എപ്പോഴും മുന്നോട്ട് പോകുന്നതായി ഇരിക്കണം. കാരണം നമ്മുടെ ജീവിതത്തിൽ ദൈവമല്ലാതെ നമുക്ക് മറ്റു യാതൊരു വ്യക്തിയുമില്ല. നമ്മെ സഹായിക്കാൻ, നമ്മുടെ ആവശ്യം നമ്മെ സഹായിക്കാൻ, നമ്മെ രക്ഷിക്കുവാൻ, നമുക്ക് നിത്യവിനെ പ്രദാനം ചെയ്യാനായിട്ട് കർത്താവ് യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ ദൈവത്തിനെ പ്രധാനം നമുക്ക് നാം ഒരുങ്ങേണ്ട ആവശ്യമാണ്. ദൈവത്തെ മധ്യമുണ്ടിക്കാൻ കാണാൻ ദൈവം നമ്മെ സഹായിക്കും, അതിയാതെ സംശയമില്ല. നമ്മുടെ ജീവിതത്തിൽ ഓരോ രംഗത്തും കർത്താവ് യേശു മധ്യമുണ്ടിക്കാൻ കാണാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.